നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം. മന്ത്രിയുടെ വീട്ടിലേക്ക് BJP മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 12 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ഒരു അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മുൻ മേൽശാന്തി അറസ്റ്റിൽ. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് BJP മാർച്ച്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് അക്രമാസക്തമായി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിച്ച ആരോപണത്തിലും NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ വിഷയത്തിലും ആരോപണ വിധേയനായ മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ വഴി നടത്തില്ല. പത്തനാപുരത്തെ മണ്ണിലൂടെ നടക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവുമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ആ സ്ത്രീകളുടെ കണ്ണീരിന് ഒരാളല്ല, യാമിനി തങ്കച്ചി അടക്കമുള്ള ഈ ഭാര്യമാര് അവരൊഴിക്കുന്ന കണ്ണീരിന് താൻ നാളെ മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി AR അരുൺ, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാരി, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വിളക്കൂടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാപ്പ ചുമത്തി നാടുകടത്തിയ യുവാവ് വധശ്രമ കേസിൽ അറസ്റ്റിൽ. ഒറ്റൂർ വെട്ടിമൺകോണം സ്വദേശി അഭിജിത്താണ് അറസ്റ്റിലായത്. കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലായത്. കാപ്പ നിയമപ്രകാരം പോലീസ് നാടുകടത്തിയ അഭിജിത്താണ് വധശ്രമ കേസിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 16-ന് തിരുവനന്തപുരം ജില്ലയിൽ 8 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഇയാളെ നാടുകടത്തിയിരുന്നു. എന്നാൽ വിലക്ക് ലംഘിച്ച് തിരിച്ചു വന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലാകുന്നത്. കല്ലമ്പലം, കടയ്ക്കാവൂർ, വർക്കല പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ 8ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കല്ലമ്പലം SHO O ഗോപകുമാർ, SI സുനിൽകുമാർ, ASI ഇർഷാദ്, SPCOമാരായ അസീം, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാപ്പ ലംഘനത്തിനും വധശ്രമത്തിനും കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീടിന്റെ സ്റ്റെയറിന്റെ ഗേറ്റ് മോഷ്ടിച്ച യുവാവ് കൊട്ടിയം പോലീസിന്റെ പിടിയിൽ. പുന്തലത്താഴം സ്വദേശി സാമ്പാർ എന്ന് വിളിക്കുന്ന അൻസാറാണ് അറസ്റ്റിലായത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 5-നാണ് സംഭവം നടന്നത്. ഡീസന്റ് മുക്ക് ചെന്താപ്പൂര് കൈലാസത്തിൽ കിരൺകുമാറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗേറ്റാണ് മോഷണം പോയത്.
സംഭവത്തിൽ പുന്തലത്താഴം അമരവിള വീട്ടിൽ സാമ്പാർ എന്ന് വിളിക്കുന്ന അൻസാർ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. സ്ഥിരം പ്രശ്നക്കാരനായ ഇയാളുടെ പേരിൽ കിളികല്ലൂർ സ്റ്റേഷനിലും മോഷണക്കേസ് നിലവിലുണ്ട്. ഗേറ്റ് മോഷണം പോയ വിവരം കൊട്ടിയം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അൻസാറിനെ പിടികൂടിയത്. കൊട്ടിയം SHO അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, സൗരവ്, CPO അരുൺ തുടങ്ങിയവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിപുലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ സ്ഥാപക ദിനാചരണവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യ വിപുലീകരണത്തിന് 20 കോടി രൂപ പ്രത്യേക ഫണ്ടായി അനുവദിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. KSMDB കോളേജ് സ്ഥാപന ദിനാചരണം, പ്രതിഭാ സംഗമം എന്നിവയുടെ ഉദ്ഘാടനവും എൻഡോമെന്റുകളുടെ വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എത്തേണ്ട പണം എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിൽ അവിടുത്തെ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ 3 മാസം ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിലും കോളേജിലും പ്രയോറിറ്റി ഇല്ല. ശബരിമല സീസൺ ഞങ്ങൾ ശബരിമലയാണ് പ്രയോറിറ്റി. കാരണം നവംബർ മാസം ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സംവിധാനമാണ് ഞങ്ങൾക്ക് വിഷയം. അവിടെ സ്കൂളിൻ്റെയും കോളേജുകളുടെയും കാര്യം പരിഗണിക്കാൻ പ്രത്യേകമായ ഒരു ജാഗ്രതാ സംവിധാനം ഉണ്ടാവുകയും നിങ്ങൾക്ക് ഈ കോളേജിന്റെ പരാധീനതകൾ പരിഹരിക്കുന്നതിന് വേണ്ട പണം ലഭ്യമാക്കിയാൽ മാത്രം പോരാ. രവിപ്പിള്ള ഏർപ്പെടുത്തിയ ജൂബിലി PTA എൻഡോമെന്റ് ദേവസ്വം ബോർഡ് അംഗം K. രാജു വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ എണ്ണം പറഞ്ഞ കോളേജുകളിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ നോക്കിക്കണ്ടുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ നിലയിൽ പടുത്തുയർന്നു തുടങ്ങിയതാണ് ഈ കോളേജ്. സംഘാടക സമിതി കൺവീനർ SR രാജേഷ് പരിപാടി വിശദീകരിച്ചു. AG അമൃതകുമാരി, P. ചന്ദ്രഹാസൻ, KV രാമാനുജൻ തമ്പി, AV ആത്മൻ, ആശാ രാധാകൃഷ്ണൻ, AP മീര, G. രാഗി, ബിനു ശ്രീജൻ, R. ശ്രീജ, S. സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരളത്തിന്റെ IT കയറ്റുമതി കുതിച്ചുയരുന്നത് സർക്കാരിന്റെ നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹന നയം കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 1 ഏക്കർ ഭൂമിയിൽ 80 കോടി രൂപ ചെലവിൽ 8 നിലകളിലായാണ് IT പാർക്ക് നിർമ്മിക്കുന്നത്. 1200-ലധികം പേർക്ക് തൊഴിലെടുക്കാൻ അവസരമൊരുക്കുന്ന സംവിധാനം രവിനഗറിലെ KIP ഭൂമിയിലാണ് സ്ഥാപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഴ്സിംഗ് കോളേജ്, സംസ്ഥാനത്തെ ആദ്യ ഡ്രോൺ പാർക്ക്, സയൻസ് മ്യൂസിയം, പ്ലാനറ്റേറിയം, ആധുനിക സ്റ്റേഡിയം, കേരള യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഉൾപ്പെടെ കൊട്ടാരക്കര വികസനത്തിന്റെ പാതയിലാണ്. IT വ്യവസായം വളരുന്നതിനുള്ള മേഖലയിലെ സാധ്യത തുടർന്നും ഉപയോഗപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 7500 വർദ്ധിച്ചു. ദേശീയപാത, വിമാനത്താവളം, തുറമുഖം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം കേരളത്തിലെ IT നിക്ഷേപകരുടെ വർധനവിന് ഘടകങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2022-23 ബജറ്റിൽ IT രംഗത്തെ ഒരു വിൽപ്പനയാകുന്ന തരത്തിൽ തുക മാറ്റിവെച്ചു. 1000 കോടി രൂപയാണ് മാറ്റിവെച്ചു. ദേശീയപാത നടത്താൻ സമാന്തരമായി 4 IT ഇടനാഴികൾ സ്ഥാപിക്കാൻ ആ ബജറ്റിൽ തന്നെ. അതോടൊപ്പം നേരത്തെ കേരളത്തിൽ പ്രസ്താവിച്ചതുപോലെ കൊല്ലം കണ്ണൂർ ഈ 2 സ്ഥലങ്ങളിലും IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുണ്ട്. ഇവരാണ് 1000 കോടി രൂപ മാറ്റിവെച്ചത്. അതിന്റെ ഭാഗമായ പാർക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് വല്ല കാലതാമസത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. 10 മാസത്തിനുള്ളിൽ IT പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും 15.5 കോടി രൂപയ്ക്ക് കൊട്ടാരക്കര നഗരസഭ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും ബാലഗോപാൽ പറഞ്ഞു. കൂടുതൽ ഇത്തരം സൗകര്യങ്ങൾ വരാൻ കൊട്ടാരക്കര സാധ്യതയുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാധാന്യം 4 വശത്തേക്കും പോകാനാണ് റോഡുകൾ, 4 വശത്ത് ധാരാളം ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്നുള്ള പരിമിതിയില്ല. റെയിൽവേ സൗകര്യമുണ്ട്. ബ്രോഡ്ഗേജുകൾ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ബ്രോഡ്ഗേജ് ലൈന്, NH ഉണ്ട്. കൊല്ലത്തേക്ക് പോകാനുള്ള പോർട്ടിന്റെ സൗകര്യമുണ്ട്, NH ഉണ്ട്, എയർപോർട്ടുണ്ട്. കാരണം 1.5 മണിക്കൂർ മതി ഇവിടുന്ന് നമ്മുടെ തുറമുഖത്തെത്താൻ. 1.5 മണിക്കൂർ മതി
എയർപോർട്ടിൽ എത്താന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ നഗരത്തിലെ ഒരു IT ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലത്തിന് എയർപോർട്ടിൽ എത്താൻ 2 മണിക്കൂർ വേണ്ടി ട്രാഫിക് ബ്ലോക്ക് കാരണം ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്താവുന്ന അത്ര തരത്തിലുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയെല്ലാം സൗകര്യമുള്ള നല്ലപോലെ വർക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ വളരെ വലിയ സാധ്യതയാണുള്ളത്. വിഴിഞ്ഞംകൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സാധ്യത വർദ്ധിക്കുകയാണ്. IT പാർക്ക് നിർമ്മിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും മന്ത്രി സന്ദർശിച്ചു. KII DCCEO S തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, വൈസ് ചെയർപേഴ്സൺ A ഷാജു, കൗൺസിലർ V ഫിലിപ്പ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ G സരസ്വതി, അഡ്വക്കേറ്റ് V സുമലാൽ, KS ശിവകുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, IT വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 12 റെയിൽവേ മേൽപ്പാലത്തിന്റെയും ഒരു അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു. 24 മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതുവരെ 2028 കോടി രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരവിപുരം, മയ്യനാട്, SN കോളേജ് ജംഗ്ഷൻ, കല്ലുംതാഴം, കൂട്ടിക്കട, പോളയത്തോട് തുടങ്ങി 6 മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 244 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മയ്യനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ശേഷിക്കുന്നവ സമയബന്ധിതമായി പൂർത്തീകരിക്കും. മുണ്ടക്കൽ കച്ചിക്കടവിൽ 30 കോടി രൂപ വിനിയോഗിച്ചാണ് പാലമൊരുക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അനുവദിച്ചത് 10 മീറ്റർ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റെയിൽവേ മേൽപ്പാലത്ത് 14 സ്റ്റാൻഡുകളാണുള്ളത്. ഓരോന്നും പുരോഗമിച്ചത്. നമ്മുടെ കേരളം വാഹന സാധ്യത ഏറ്റവും കൂടിയതാണ്. യാത്രക്കിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി പലയിടത്തുമുള്ള റെയിൽവേ ക്രോസുകളാണ്. പീരങ്കി മൈതാനത്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുണ്ടക്കരയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ഇതിനായി 45 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 367 കോടി രൂപയുടെ പദ്ധതികളാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതി ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷം അറിയിക്കുക. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. നമ്മുടെയൊക്കെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായി, ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായിരുന്നു ഒരു മേൽപ്പാലം. നമ്മൾ പലപ്പോഴും ഇവിടെ പള്ളിമുക്ക് അടച്ചിടുമ്പോഴും ഇത്രയും വലിയ ട്രാഫിക് ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്നിൽ കോളേജ് ജംഗ്ഷൻ, അല്ലെങ്കിൽ പോളയത്തോട്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജംഗ്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മൾ ഇതിനകത്ത് കയറുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ എസ്റ്റിമേറ്റും AS-ഉം TS-ഉം ഒക്കെ കിട്ടിയത് നമുക്കറിയാം ഈ ഗവൺമെന്റ്, 2ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 2021 ശേഷമാണ് നമുക്കറിയാം ഇതിന്റെ ബാക്കിയുള്ള നടപടികൾ മുഴുവൻ പൂർത്തീകരിച്ച് കരാർ ഒപ്പിട്ടത്. അത് കോൺട്രാക്ടർ അതിന്റെ ഡിസൈനിങ്ങും ഡ്രോയിങ്ങും ഒക്കെ സമർപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ കടം നമുക്കറിയാം, ഇങ്ങനെ അതിനൊരു പരിധി നിശ്ചയിക്കുവാൻ മുന്നോട്ട് വന്നപ്പോഴും ഈ കേരളത്തിലെ ഗവൺമെന്റ് തനത് ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കിബി ഫണ്ട് കൂടുതൽ നമുക്ക് കേരളത്തിൽ ഉപയോഗിച്ച് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കുവാൻ. ഞാൻ MLA ആയി വന്നതിന് ശേഷം അവതരിപ്പിച്ച ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ ഇരവിപുരം മേൽപ്പാലത്തിന് തുക വകയിരുത്തി. തുടർന്ന് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതി, ആ കിഫ്ബി പദ്ധതിയിലെ 1ാം ഘട്ടത്തിൽ തന്നെ ഈ പദ്ധതിക്കായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. 4 അപ്പുറവും ഇപ്പുറവും 4 8 അത് റെയിൽവേ ആയിരുന്നു ഇതിന് ചെയ്തത്. അതേസമയം വയനാട് നമ്മൾ ചെയ്യാൻ മുമ്പാണ് അത് പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അത് പൂർത്തീകരിക്കാൻ നേരത്തെ തീർക്കാൻ വേണ്ടിയുണ്ട്.
കിഫ്ബി ഫണ്ടിൽ നിന്നും 31.46 കോടി രൂപ വിനിയോഗിച്ചാണ് ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 416 മീറ്റർ നീളത്തിലും 2 വരി ഗതാഗതം സാധ്യമാക്കുന്നതിനായി 7.5 മീറ്റർ കാരിയേജ് വേയും ഒരു വശത്ത് 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയാണുള്ളത്. പള്ളിമുക്ക് ഭാഗത്ത് 65.68 മീറ്റർ നീളത്തിലും ഇരവിപുരത്ത് 85.69 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചു. 748 മീറ്റർ നീളത്തിൽ മേൽപ്പാലത്തിനു താഴെ ഇരുവശങ്ങളിലുമായി 3.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും 664 മീറ്റർ നീളത്തിൽ ഡ്രൈനേജിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. എം നൌഷാദ് MLA, മേയർ AK ഹഫീസ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ SJ മോഹൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ ലക്ഷ്മി ഷാജി, നിഷ സന്തോഷ്, മാജിദ വഹാബ, RBDCK അസിസ്റ്റന്റ് ജനറൽ മാനേജർ S ഷാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മുൻ മേൽശാന്തി അറസ്റ്റിൽ. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത്ത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത്ത് നമ്പൂതിരി വഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്ത ശേഷം അതേ ക്ഷേത്രത്തിൽ പിന്നീട് കവർച്ച നടത്തിയ കേസിലാണ് മേൽശാന്തി അറസ്റ്റിലായത്. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത്ത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത്ത് നമ്പൂതിരി മോഷണം നടത്തിയത്. വഞ്ചികൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. 2 മാസത്തിന് മുന്നേ രാത്രി ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുകയും കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീകോവിലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി ശ്രീകോവിൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് അത് അപഹരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുടകേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട് ടോർച്ചിൻ്റെ വട്ടത്തിൽ താഴെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി പുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം പരിച്ചു പറിക്കെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തത്തോടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പറിക്കെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ 2015 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന സജിത്ത് നമ്പൂതിരി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൽ രാത്രി സമയമെത്തി ക്ഷേത്രത്തിലെ 2 വഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. സജിത്ത് നമ്പൂതിരി ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് അഞ്ചൽ ക്രൈം SI രാജശേഖരന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. സമാന കേസിൽ കൊട്ടാരക്കര പോലീസാണ് സജിത്ത് നമ്പൂതിരി അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മോഷണം നടത്തിയത് താനാണെന്ന് സജിത്ത് നമ്പൂതിരി പോലീസിനോട് കുറ്റം സമ്മതിച്ചത്. തുടർന്ന് അഞ്ചൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഇതേസമയം സമരം ചെറുകിട ആശുപത്രികളെ ബാധിക്കുന്ന സ്ഥിതിയാണ്. ചില മാനേജ്മെന്റുകൾ ശമ്പള വർധനവിനെ ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ആശുപത്രികൾക്ക് മുന്നിൽ നഴ്സുമാർ സമരം നടത്തിവരികയാണ്. അതിജീവനത്തിനായുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ സമരം നടത്തിവരുന്നത്. തുല്യ ജോലിക്ക് തുല്യവേതനം, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, മറ്റ് ആശുപത്രി ജീവനക്കാർക്ക് ആനുപാതികമായ ശമ്പള വർധനവ് നടപ്പാക്കുക, UGC സ്കെയിൽ ശമ്പളം നടപ്പാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കുക, NHM, പാലിയേറ്റീവ് കെയർ, MLSP, HDS, EMT ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആസ്റ്റർ PMF-ൽ നിന്നാണ്. ആസ്റ്റർ PMF-ലെ 120 സ്റ്റാഫുകൾ ഇവിടെ ആസ്റ്റർ PMF-ന്റെ ഫ്രണ്ടിൽ വഴിയിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെയും മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് യാതൊരു ചർച്ചയ്ക്ക് അവർ വിളിച്ചിട്ടുമില്ല. അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറുമല്ല. ഞങ്ങൾ ഇത്രയും പേര് ഇന്നും തുച്ഛമായ വേതനത്തിലാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവർ എന്തായാലും നമ്മൾക്ക് സാലറി കൂട്ടി തന്നേ പറ്റത്തുള്ളൂ. കാരണം സാലറി കൂട്ടി തരുന്നത് വരെ ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് കൂലിപ്പണിക്കാർക്ക് പോലും 1200 രൂപ ശമ്പളമുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് വെറും 800 രൂപ പോലും ഇന്നത്തെ കാലത്ത് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ വെറും 1333 രൂപയാണ് ശമ്പളം ചോദിക്കുന്നത്. ആ 1333 രൂപ ശമ്പളം ഞങ്ങൾക്ക് തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേസമയം സമരത്തിന്റെ ഭാഗമായി ചെറിയ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സ്ഥിതിയാണ്. ചില വൻകിട ആശുപത്രികളാകട്ടെ ഭാഗികമായി ശമ്പള പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിച്ചു നൽകാൻ കഴിയില്ലെന്നാണ് മിക്ക സ്വകാര്യ ആശുപത്രികളും നിലപാടെടുത്തിട്ടുള്ളത്. ഇതേസമയം സംസ്ഥാന സർക്കാർ 25,000 രൂപ അടിസ്ഥാന ശമ്പളമായി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ സ്വകാര്യ മാനേജ്മെന്റുകൾ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഏരൂർ ഗ്രാമപഞ്ചായത്തിന് 58 കോടിയുടെ ബജറ്റ്. പഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകളിലും സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ബജറ്റ് ലക്ഷ്യമിടുന്നു. ഉൽപാദന സേവന മേഖലകൾക്കാണ് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. 58,20,61,890 രൂപ വരവും 56,80,20,548 രൂപ ചെലവും 1,40,41,342 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ബാലചന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബാക്കി എന്ന് പറയുന്നത് നമ്മൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫണ്ടിലുള്ളത് 2,95,17,770 17,770 രൂപയാണ് നമ്മുടെ ബാക്കി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ വർഷത്തെ റവന്യൂ വരുമാനം അത് 21,60,68,800 രൂപയാണ് നമ്മുടെ റവന്യൂ വരുന്നത്. നമ്മുടെ പഞ്ചായത്തിനുള്ള തനത് വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സുകൾ, പ്രൊഡക്ഷൻ ടാക്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ടാക്സ്. അത് കഴിഞ്ഞ് നമ്മുടെ മൂലധന വരവുകൾ, നമുക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, നമ്മുടെ NRGSന്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻ ഫണ്ട്, നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ്, അത് 33,64,87,320 രൂപ. അങ്ങനെ മൊത്തം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 58,20,64,890 രൂപയാണ് നമ്മുടെ മൊത്തം വരുമാനം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണം ബജറ്റ് ലക്ഷ്യമിടുന്നു. ഇതിനായി 10 ലക്ഷം രൂപ നീക്കിവെച്ചു. നികുതിയേതര വരുമാനങ്ങളുടെ ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉൽപാദന സേവന മേഖലകൾക്ക് ആവശ്യമായ പ്രാധാന്യം ബജറ്റിൽ നൽകിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, കലുങ്കുകൾ, നടപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം, നവീകരണം, ടാറിംഗ്, മെറ്റലിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, പരിപാലനം എന്നിവയ്ക്കും തുക മാറ്റിവെച്ചു. കാർഷിക മേഖലയിൽ നെൽകൃഷി, കിഴങ്ങുവർഗ, സുഗന്ധവിള കൃഷി, വാഴ, പയർ കൃഷി ഉൾപ്പെടെയുള്ളവയ്ക്ക് തുക നീക്കിവെച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലയിൽ പശു, ആട്, പോത്തുകുട്ടി വളർത്തൽ, ക്ഷീരകർഷകർക്ക് വിവിധ സബ്സിഡികൾ, ക്ഷീരഗ്രാമം പദ്ധതി, മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങി നൽകൽ തുടങ്ങിയ പദ്ധതികൾക്കും, ആരോഗ്യ മേഖലയിൽ അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങി നൽകൽ, പാലിയേറ്റീവ് പരിചരണം, വയോജന സംരക്ഷണം എന്നിവയ്ക്കും തുക നീക്കിവെച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും ആവശ്യമായ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് 34,26 ലക്ഷത്തിന്റെ ബജറ്റ്. PMAY പദ്ധതിക്കായി 3,23 ലക്ഷവും പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3,20 ലക്ഷവും വകയിരുത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി രൂപ നീക്കിവെച്ചു. MCFനായി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 34,26,64,000 രൂപ വരവും 34,64,34,000 രൂപ ചെലവും 37,70,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS ഷിജു അവതരിപ്പിച്ചത്. താഴെത്തട്ടിലെത്തിക്കുന്ന ജീവനാഡിയായി പ്രവർത്തിച്ചു വരികയാണ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചു വരുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ജനങ്ങൾക്ക് സേവനങ്ങൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന സേവന ഭരണ പ്രവർത്തനങ്ങൾ K-SMART-ലൂടെ പൂർണ്ണമായും സജ്ജീകരിച്ചതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങൾക്ക് അവരുടെ വീട്ടിലിരുന്നു തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ആയതിൻ്റെ സ്റ്റാറ്റസ് സമയാസമയങ്ങളിൽ മനസ്സിലാക്കുന്നതിനും
ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തന ശൈലി കാലോചിതമായ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അവയുടെ തനതായ പദ്ധതികൾ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 20,80,000 രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 94,71,340 രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് 54,87,220 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ വിവിധ പദ്ധതികൾക്കായി 3,20,93,000 രൂപയും പട്ടികവർഗ വികസനത്തിനായി 24,84,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. പാർപ്പിട മേഖലയിൽ 66,49,160 രൂപയും PMAY പദ്ധതിക്കായി 3,23,10,720 രൂപയും ഉൾപ്പെടുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 53,50,000 രൂപയും വയോജന ഭിന്നശേഷി വിഭാഗത്തിനായി 51,98,610 രൂപയും ആരോഗ്യ മേഖലയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളുടെ വികസനത്തിനായി ജനറൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയും മരുന്നുകൾ വാങ്ങി നൽകുന്നതിന് 79 ലക്ഷം രൂപയും കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6,72,000 രൂപയും ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപയും അഞ്ചൽ CHCയിൽ 2ാം നില നിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി 1.5 കോടി രൂപയും കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളിൽ പാലിയേറ്റീവ് പരിചരണത്തിനായി 25 ലക്ഷം രൂപയും വകയിരുത്തി. ടൂറിസം രംഗത്ത് തെന്മല, കുളത്തൂപ്പുഴ, ആര്യങ്കാവ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ മേഖലകളെ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ട് നടപ്പാക്കാൻ ആദ്യഘട്ടമെന്ന നിലയിൽ 10 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതിക്കായി 70 ലക്ഷവും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി 70 ലക്ഷവും അഞ്ചലിൽ MCF നിർമ്മിക്കാൻ 1 കോടിയും വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തീകരിക്കുന്നവർക്ക് ഓണം അലവൻസ് നൽകുന്നതിനായി 2 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം. മന്ത്രിയുടെ വീട്ടിലേക്ക് BJP മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 12 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും 1 അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മുൻ മേൽശാന്തി അറസ്റ്റിൽ. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.